ചന്ദൂരു അപ്പോൾ ഇതാണ് ഹൗ ഡു യു ഓർക്കസ്ട്രേറ്റ്. ഇറ്റ് ഹാസ് ബീൻ ഓർക്കസ്ട്രേറ്റഡ്. മോഹൻലാൽ പറഞ്ഞു എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ആലോചന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിങ്ങനെയല്ല ലാൽ, ഇത് നമുക്കൊരു വേറെ ലെവലിൽ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞപ്പോൾ ടി വി പറഞ്ഞ് നമുക്ക് ആലോചിക്കാം. പുള്ളി പറഞ്ഞ ഒരു സെൻറ്റൻസിൽ നിന്നാണ്, ഐ മീൻ ഒരു വേർഡിൽ നിന്നാണ് ആ സോങ് ഉണ്ടാകുന്നത്. അതിൻ്റെ കൺഫ്യൂഷൻ ആയല്ലോ എന്നങ്ങാണ്ടും ചെന്നൈയിൽ തന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കാലയിൽ തൊട്ട് ഈവനിങ് 7 o'clock ഹോൾ സോങ് വാസ് റെക്കോർഡഡ് ആൻഡ് ഷൂട്ടിംഗ് കഴിച്ചു. ഒരു മുറിയിൽ ഞാനും മറ്റേ മുറിയിൽ CB സാറും പിന്നെ രഘുനാഥ് പലേരി എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് ലൈക്ക് ഇറ്റ് ഇസ് ദി കമ്പോസിങ് എവിടെയാണ് നടക്കുന്നത്. എല്ലാ സോങ്ങും ഓൾമോസ്റ്റ് സ്പോണ്ടേനിയസ്ലി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ തിങ്കിങ് പ്രോസസ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു, ലിസണിംഗ് ടു ദ റെയിൻഡ്രോപ്സ് ഐ ആം തിങ്കിങ് ഓഫ് യു, ഇളമാൻ കണ്ണിലൂടെ ഐ ആം തിങ്കിങ് ഓഫ് യു, ഇളനീർ കനവിലൂടെ ഐ ആം തിങ്കിങ് ഓഫ് യു. Hey Saloma, 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 hey Saloma, Saloma, Saloma. വിദ്യാസാഗറും നിർമ്മാതാവ് സിയാദ് കോക്കറുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഒരു സംഗീത സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള അസോസിയേഷൻ അത് അത്ര കണ്ട് സിനിമകളിൽ അധികം സെലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഒരു സംഗീത സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള അസോസിയേഷൻ. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ നോട്ടീസ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ ചെയ്ത സിനിമകൾ അത്രയും ശ്രദ്ധേയമായതുകൊണ്ടാണ്. അപ്പം അത് മറവത്തൂർ കനവിൽ തുടങ്ങുന്നു, പിന്നെ ദേവദൂതൻ, സത്യം ശിവസുന്ദരം, സമ്മർ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന സിനിമകൾ അത്രയും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ മറവത്തൂർ കനവ് 98 സാറ് പറഞ്ഞിട്ടുണ്ട്, ലാൽ ജോസ് സാറ് ഒരു സൺഡേ ആണ് കഥ പറയാൻ വന്നത്. അന്ന് തന്നെ സുന്ദരിയെ സുന്ദരി എന്നുള്ള സോങ് കമ്പോസ് ചെയ്തു. അത് ഓർമ്മയുണ്ട് ആ മൊമെന്റ്, ലാൽ ജോസ് സാർ വന്ന് കഥ നെറേറ്റ് ചെയ്യാൻ വരുന്നത്? സൺഡേ വന്ന് കഥ പറഞ്ഞിട്ട് പിന്നെ അതുക്കടുത്ത് പടത്തിലുള്ള ഈ പാട്ടുകൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ കഥ മുഴുവൻ പറഞ്ഞു, ഈ ഇടത്തെല്ലാം പാട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ കഥ കേട്ടതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത് അസുന്ദരിയെ പാട്ടാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പോൾ ചെയ്തത് പാട്ടാണ്. അതാണ് ഫസ്റ്റ് സോങ് ഫോർ കോക്കസ് ഫിലിംസ്. ആദ്യത്തെ അസോസിയേഷനിൽ വരുന്ന ആദ്യത്തെ പാട്ടാണ്. ആദ്യത്തെ പാട്ട് സിയാദ് സാറിന് ഓർമ്മയുണ്ട്? അതായത് ഇപ്പോൾ ലാൽ ജോസ് സാറിന്റെ ആദ്യത്തെ സിനിമയും കൂടിയാണ്. അപ്പോൾ അതിൽ വിദ്യാസാഗർ എന്നുള്ളൊരു മ്യൂസിക് കമ്പോസറിനെ അപ്രോച്ച് ചെയ്യണം അല്ലെ, അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്? തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി അതിനു മുമ്പ് ചെയ്ത കമൽസാറിന്റെ പടമുണ്ട് അല്ലേ സാർ, അഴകിയ രാവണൻ, കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും ഡയറക്ടറും എന്ന് വെച്ചാൽ കമൽ എന്ന് പറയുന്ന അദ്ദേഹവും. അത് കാരണം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ആ പാട്ടുകളൊക്കെ തന്നെ. അപ്പോൾ നാച്ചുറലി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കമ്പോസറിനെയാണല്ലോ നമുക്ക് ജീവിതത്തിൽ ആവശ്യം എന്ന് ഫീൽ ചെയ്തിട്ട് ഐ എം സോ ഹാപ്പി. ബിക്കോസ് അത് ഒരിക്കലും ഇങ്ങനെ ഒരു ലോങ് ടേം അസോസിയേഷനായിട്ട് ദൈവം തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. 25 വർഷങ്ങളായി ആ അസോസിയേഷൻ ഇപ്പോൾ കണ്ടിന്യൂ. അതെ, 25 വർഷം കഴിഞ്ഞു. 98 മറവത്തൂർ കനവിന് ശേഷം അത് ഏപ്രിലാണ് ഇറങ്ങുന്നത്. സെപ്റ്റംബറിൽ തന്നെയാണ് അടുത്ത സിനിമ സമ്മർ ഇൻ ബർത്ത്ഡേ നിങ്ങളുടെ അസോസിയേഷൻ്റെ വരുന്നത്. സമ്മർ ഇൻ ബർത്ത്ഡേ നോക്കുകയാണെങ്കിൽ അതിൽ അതിൻ്റെ കഥയായാലും അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയാലും ഒക്കെ ഒരു ടോട്ടൽ പാക്കേജിങ്ങിനാണ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് അത്രയും വിയേർഡായി പെരുമാറുമ്പോൾ തന്നെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ആണ് പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ സോങ്സ് ആയാലും എല്ലാ മൂഡിലുള്ള പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ഉള്ള ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ മാരിവിലൊക്കെ പ്രണയം കാണിക്കുന്ന സോങ് ഉണ്ട്, ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ സോങ് ഉണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ പാക്കേജിങ് ആണ് അതിൽ. അതിന്റെ കഥ നരേറ്റ് ചെയ്യാൻ വരുമ്പോൾ എന്തായിരുന്നു? ഒരു തമിഴ് ഫിലിമായിട്ടാണ് CB സാർ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് രഞ്ജിത്ത് വഴി അത് കഥയുണ്ടാക്കി. അപ്പം ആ സമയത്ത് തന്നെ CB മറ്റേ വിദ്യാജീനെ കണ്ടിട്ട് ഈ സബ്ജക്റ്റ് തമിഴിലുള്ള ഒരു ഗ്രാഫ് പറഞ്ഞിരുന്നു.
അപ്പോൾ അത് കാരണം പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ സബ്ജക്റ്റ് ഇതാണെന്നുള്ള അറിയാമായിരുന്നു. ആൻഡ് വൺ സോങ് തമിഴിൽ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂൺ. അതിനുശേഷമാണ് ആ പടം ഞാൻ മലയാളത്തിൽ സമ്മറിൻ ബത്തലേം എന്നുള്ള സബ്ജക്റ്റായിട്ട് മാറുന്നത്. അപ്പം നാച്ചുറലി വീണ്ടും ഞാൻ ഓടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലാണ് ചെയ്യണം സാർ, അത് കാരണം നമുക്കത് ഈ പറഞ്ഞ സോങ് നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന സോങ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വൺ ആഫ്റ്റർ അനദർ സിറ്റുവേഷൻസ് അദ്ദേഹത്തിനോട് സിബി പറയുകയും, രഞ്ജിത്ത് കൂടെയുണ്ട്, ഗിരീഷ് ഉണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഓരോന്നും അതാത് സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഇതിൽ ഏറ്റവും വലിയ ഫണ്ണിയസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറയുന്ന ആ സോങ്, അത് ഞാൻ മറക്കാത്തൊരു അനുഭവമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് നമ്മൾ എല്ലാ സോങ്ങും ഒക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സോങ് വേണം ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം വിദ്യാജീനെ ഉദ്ദേശിച്ചിട്ട് അടുത്ത വർക്കിലേക്ക് വേറെ തമിഴ് പടം നിൽക്കുന്നു, മലയാളം പടം നിൽക്കുന്നു, ഇങ്ങനെ ഒരു ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള സമയങ്ങളാണ് ഇതൊക്കെ. പെട്ടെന്ന് അത് ഗിരീഷ് ഭാഗ്യത്തിന് അവിടെ ഉണ്ട്, കാലിക്കറ്റ് ട്രിവാൻഡ്രത്തുണ്ട്, ചെന്നൈയിലുണ്ട്. അപ്പം വിദ്യാജീനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സിറ്റുവേഷൻ ഇതാണ്, ഇങ്ങനെ നമുക്കൊരു സോങ് ഉണ്ടാക്കിയാൽ നന്നായിരുന്നു വിദ്യാജി എന്ന് പറഞ്ഞപ്പം പുള്ളിയുടെ വായിൽ നിന്ന് പുത്തഞ്ചേരിയിലെടുത്ത് പുള്ളി പറഞ്ഞ ഒരു സെൻറ്റൻസിൽ നിന്നാണ്, ഒരു വേർഡിൽ നിന്നാണ് ആ സോങ് ഉണ്ടാവുന്നത്. അതിൻ്റെ കൺഫ്യൂഷൻ ആയല്ലോ എന്നങ്ങാണ്ട് ഇതെങ്ങനെ നമ്മൾ തുടങ്ങും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ബിക്കോസ് ഇതിൻ്റെ ഹാങ് ഓവേഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ പുള്ളി വേറെ വർക്കിലേക്ക് കയറേണ്ട ആളാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് ഗിരീഷുമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണം. അത് ഹോട്ട് കേക്കുമാരും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ മറ്റേ ഷൂട്ട് ചെയ്യണത്. ചെന്നൈയിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് പാട്ട്. കാലയിൽ തൊട്ട് ഈവനിങ് 7 o'clock ഹോൾ സോങ് വാസ് റെക്കോർഡഡ് ആൻഡ് ഷൂട്ടിംഗ് കഴിച്ചു. ലിറിക്സും റെക്കോർഡിങ്ങും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർത്തതാണ്. കൺഫ്യൂഷൻ തീർക്കണമേ എനിക്ക് തോന്നുന്നു അതിന്റെ മുമ്പ് വേറൊരു സോങ് ആയിരുന്നു. വേറെ സോങ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് അപ്പോൾ എല്ലാ പാട്ടുകളും കഴിഞ്ഞു, പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് സോങ് അവർ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് ദിസ് എ സെറ്റ് സോങ്. അപ്പോൾ മിച്ചതൊക്കെ പടം മുഴുവനും ഔട്ട്ഡോറാണ്. അപ്പോൾ ഇത് സെറ്റ് സോങ് ആണ്. അപ്പോൾ ഈ സെറ്റിന് ഉദ്ദേശിക്കുമ്പോൾ അവരെല്ലാവരും അഭിപ്രായപ്പെട്ടത് നമുക്ക് ഇന്നും ഇത്തിരി ഉസിര് കൊണ്ട് ഒരു പാട്ട് വേണം, നമുക്ക് വി നീഡ് മോർ, കൊഞ്ചം എനർജി വേണം നമുക്ക് அப்படின்னு. സോ ദി കോൾഡ് മീ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ പാട്ടാണ്. ഈ സിനിമയില്ലേ മാരിവില്ലിൻ ഗോപുരങ്ങൾ, ഇതിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോഴും നമ്മൾ റീകളക്ട് ചെയ്യുന്നത് സമ്മറിൻ ബത്തലേം സിനിമയാണ്. ഈ സിനിമയിൽ ആക്ച്വലി ഇപ്പോൾ ഇന്ദ്രജിത്തൊക്കെ പറയുന്നതായിരുന്നു, സിയാദ് കോക്കർ പറഞ്ഞിട്ടാണ് ഈ സിനിമയിലോട്ടും വിദ്യാസാഗറിനെ ഓൺ ബോർഡ് കൊണ്ടുവരാന്നുള്ളത്. ഈ സിനിമയുടെ ആലോചനയിൽ അങ്ങനെ എന്താ? അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സബ്ജക്റ്റ് കേട്ടു, അതിൻ്റെ എല്ലാ റീറൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടു, എല്ലാം കണ്ടു, എല്ലാം അറിഞ്ഞു. അപ്പോൾ സിറ്റുവേഷൻസ് പറഞ്ഞു. പക്ഷേ എനിക്കൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വിജയാജിനെ റിക്വസ്റ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ, എൻ്റെ മകളാണ് എൻ്റെ പ്രൊഡ്യൂസർ, അപ്പം ഞാൻ വേണമല്ലോ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വിദ്യാജിനോട് പറഞ്ഞു ജസ്റ്റ് ലിസൺ ടു ദിസ് സബ്ജക്റ്റ്, അതിനുവേണ്ടി മാത്രം, മനസ്സിലായ, അതിനുവേണ്ടി മാത്രമായിട്ട് എൻ്റെ റിക്വസ്റ്റിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫാമിലി ബന്ധം വെച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ചെറിയ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാജിയുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സിനിമകളുടെ പാട്ടുകളല്ല ഞാൻ കൂടുതലും കേൾക്കുന്നത്. വിദ്യാജിയുടെ കമ്പോസിഷനിലുള്ള പല തമിഴ് പാട്ടും പഴയ രീതിയിലുള്ള എനിക്ക് മുമ്പ് ചെയ്തേക്കണ പാട്ടുകളെ പറ്റിയൊക്കെ, അത് ചിലപ്പോൾ നമ്മുടെ പാട്ടുകളെ പറ്റി സമ്മറിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു പുള്ളി വായിച്ച് ഞങ്ങൾ ആസ്വദിച്ചിട്ടിൻ്റെ ഇടയിലാണ് സിനിമയുടെ നമ്മുടെ മെയിൻ സിനിമയുടെ കാര്യം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു കുറേ നാളത്തിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ആസ്വാദനം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ന് വേണം, അതെൻ്റെ മനസ്സൊന്ന് തടുക്കും എന്നുള്ള ഫീലിങ്ങിൽ ഞാൻ ഒരു ചെറിയ കുശുമ്പോട് കൂടിയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പം അദ്ദേഹം ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, എൻ്റെ ഒരു ലൈക്കിങ്ങും അറിയാവുന്ന ഒരു സുഹൃത്താണ് വിദ്യാജി. അപ്പോൾ ഈ സബ്ജക്റ്റ് ഉണ്ടായി, ഫോർമേഷനായി, ഇനി അത് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വിദ്യാജി ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഈ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന സോങ്ങിൻ്റെ ആ ഒരു ലൈൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട്. സബ്ജക്റ്റ് പറയുമ്പം ആ സബ്ജക്റ്റിന് ഇത് ആപ്റ്റാണെന്ന് തോന്നിയിട്ടാണ് പേരിട്ടത്. സെയിം ടൈം ഇവിടെ വന്നു ഹോട്ടൽ മുറിയിൽ പ്രമോദും നമ്മുടെ അരുൺ, പ്രമോദ്, ഞാൻ, എൻ്റെ മകൾ എല്ലാവരും കൂടി ഇരുന്ന് ഇതാണ് സബ്ജക്റ്റ് എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റ് ഓർ റോങ്, ഇനി അത് വേണോ വേണ്ടേ എന്ന് തോന്നണ, അത് അങ്ങേർക്ക് എത്രയോ സബ്ജക്റ്റ് കേട്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ നമുക്കിതൊരു മലയാളത്തിൽ നമ്മളുടെ ബാനറിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്കാണ്, അദ്ദേഹത്തിൻ്റെ അഡ്വൈസിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. കമ്പോസിങ്ങിനൊന്നുമല്ല. ലക്കിലി പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇന്ന് പുള്ളി ഒരു ഹാർമോണിയം മറ്റേ റൂമിലുണ്ടായിരുന്നു. പുള്ളി അതിന് പുള്ളിയുടെ പഴയ പാട്ടുകളും കാര്യങ്ങളും ഞാൻ ആവശ്യപ്പെടുന്ന മാതിരിയൊക്കെ പാടി കാര്യങ്ങളൊക്കെ ഇരുന്ന് സബ്ജക്റ്റൊക്കെ കേട്ടു. അപ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളി അന്ന് തന്നെ ഈ സിറ്റുവേഷന് പറ്റിയൊരു സോങ് ഉണ്ടാക്കി. സോങ് ലിറിക്കില്ല, ട്യൂണുണ്ടാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ് ആ സിനിമക്കുള്ളത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പിന്നെ ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സിബി സാറും ഇപ്പോൾ ലാൽ ജോസ് സാറും സിബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ കമൽ സാറും സത്യനന്ദിക്കാട് സാറുമായിട്ടുള്ള അസോസിയേഷൻ, അതിൽ സത്യനന്ദിക്കാട് സാറൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ടാണ് സാറുടെ അസോസിയേഷൻ വരുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രണയകഥ, എന്നും എപ്പോഴും എന്നൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എന്നും എപ്പോഴും മറ്റേ നിലാവും മായുന്നു, നിലാവും, ആ പാട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് ആ പാട്ടും ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സത്യനന്ദിക്കാട് സാറായിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ സിയാദ് കോക്കറൊക്കെ ആയിട്ട് പറയുമ്പോഴും ഭയങ്കര മ്യൂസിക് ലവർ ആണല്ലോ, അതുപോലെയാണ് സത്യനന്ദിക്കാട് സാറായിട്ട് കമ്പോസ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് കൊളാബറേഷൻ? ഇല്ല, ഇപ്പോൾ സത്യനന്ദിക്കാട് ഈസ് എ റൈറ്റർ, സോ ആൻഡ് ലിറിക്സ് എഴുതുന്ന ആളാണ്. ലിറിക്സ് എഴുതുന്ന ആളാണ്. ഹി എൻജോയ്സ് ഗുഡ് മ്യൂസിക്. അവ എളുപ്പമാണ്. സംഗീതത്തോട് പ്രേമിക്കുന്ന ആൾക്കാരോട് ഇരുന്ന് നമുക്ക് കമ്പോസ് ചെയ്യുമ്പോൾ അത് യുവർ വർക്ക് ബിക്കംസ് വെരി ഈസി, എളുപ്പമാണ്. ബിക്കോസ് ആ സിറ്റുവേഷൻ അവർ പറയും. ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിലും ഈ പടത്തിൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു സോങ് വെൻ യു ക്രിയേറ്റ്, ദേ ആക്സെപ്റ്റ് ഇറ്റ് മോർ. അവരത് ആസ്വദിക്കും, അവർ ഏറ്റെടുക്കും. And it's very nice to work with such people who enjoy music and who can enjoy good music. അതാണ് ഈ എക്സ്പെക്റ്റ് ചെയ്യാത്ത സോങ് ഡെലിവറി എന്ന് പറയുമ്പോഴും അന്ന് വരെ കേൾക്കാത്ത ഒരു മെലഡി, റൊമാൻറ്റിക് മെലഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സത്യം ശിവസുന്ദരൻ്റെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് വരുന്നത്. ഒരു ഇംഗ്ലീഷ് ലിറിക്കിൽ തുടങ്ങുന്ന ഒരു സോങ്, അതും ഇതേപോലെ ആയിരുന്നു മൈൻഡ്. അതായത് അന്ന് വരെ കേൾക്കാത്ത ടെംപ്ലേറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഈവൻ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഇപ്പോൾ സത്യനന്ദിക്കാട് പറയുമ്പോൾ ആ പടത്തിൽ അത് പാട്ട് ഇസ് ഓൾമോസ്റ്റ് സെമി ക്ലാസിക്കൽ പോലത്തെ പാട്ടാണ്. ബട്ട് ദി പ്രസൻറ്റേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ഇപ്പോൾ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സോങ് വേറെ ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ടായ ഒരു പല്ലവി കൊണ്ട് ഒരു മലയാള പാട്ട് തുടങ്ങുന്നത് അതാണ്. സോ ഓൾ ദിസ് കംസ് ഫ്രം എന്താ പറയുക, ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ചിന്ത, ഹൗ ടു ഡു. ഈ പാട്ടുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്, ഇതുവരെ വരാത്തത് ഏത് ശൈലിയിലാണ്, ഏതാണ്, വാട്ട് ഇസ് ദ ന്യൂ ടെംപ്ലേറ്റ് ഫോർ അത് ക്രിയേറ്റ് ചെയ്യാനാണ്. ദാറ്റ് ഇസ് ദ ക്രിയേറ്റീവ് പാർട്ട്, ടു തിങ്ക്, ഒരു വിവിഡ് ഇമാജിനേഷൻ. ആൻഡ് അങ്ങനെ ചെയ്ത് ആ പാട്ട് അത്ര ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഇന്നും ഒരു ഊർജം കിട്ടുന്നത്. നമുക്ക് അല്ല, இன்னும் பெட்டராகிட்டு செய்யணும், அடுத்த வேறு ஏதோ செய்யணும், நமக்கு வேறு ஏதெങ്കിലും ചെയ്യണം. ஸோ தட்ஸ் காட்ஸ் கிரேஸ். गा 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 परे सा सनि दा सा सा रे, गा 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 परे सा सनि दा सा सा रे. Walking in the moonlight, I am thinking of you. Listening to the raindrops, I am thinking of you. ഇളമാൻ കണ്ണിലൂടെ I am thinking of you.
ഇളനീർ കനവിലൂടെ I am thinking of you. Hey Saloma, Saloma, Saloma. Hey Saloma, Saloma, Saloma. Hey Saloma, Saloma, Saloma. Hey Saloma, Saloma, Saloma. Ga 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 parisa, sani ga sa sa re. Ga 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 da parisa, sani da. നമ്മള് ദേവദൂതന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേവദൂതന്റെ പൂവേ പൂവേ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ സാർ അത് എക്സ്റ്റീരിയറിലാണ്, മുഴുവനായിട്ട് എക്സ്റ്റീരിയറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ സാറിന്റെ ഐഡിയ ആയിരുന്നു അത് റീഷൂട്ട്? ഐഡിയ അല്ല, ഞങ്ങളുടെ ഡിസ്കഷന്റെ പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി സാറിന് ആവശ്യം ഉണ്ടായിരുന്നത് അത് എക്സ്റ്റീരിയറിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ലെവലിൽ അത് ആദ്യം കുറച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത, ഞാൻ വിദ്യാജി പാടി കേട്ടതും കമ്പോസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തതിന് ശേഷവും കേട്ട സോങ്ങിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് ഞാൻ സിബി സാറിനോട് പറഞ്ഞു. അതായത് അതാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്, ഈ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ കാര്യം. അതാണ് വിദ്യാജിയും ഞാനും സിബിയും അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള ഒരു ബോണ്ടിങ് അത് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ലൊക്കേഷനിൽ ഞാനുണ്ട്, ലാലുണ്ട്, മഞ്ജുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അത് മറ്റേ ഇങ്ങനെ കുട്ടികളൊക്കെ അതിൽ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഇത് നമ്മൾ കേട്ടോണ്ടാണല്ലോ, നമ്മൾ നാഗരയിൽ കേട്ടിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പം ഇത് ഓരോ പ്രാവശ്യം ഇത് നാഗരയിൽ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ തന്നെ വിദ്യാജി ഇതിൻ്റെ കമ്പോസിങ്ങിൽ പുള്ളി പാടിയതും ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം കേട്ടിട്ട് നമ്മൾ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും സിബി സാറിനോട് ഞാൻ പറഞ്ഞു, സിബി നമുക്കിത് വേറെ ലെവലിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഈ സോങ് അതേമാതിരി ഷൂട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുള്ളൂ എന്ന് ഞാനൊരു ഞങ്ങൾ പലതും ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഡിസ്കഷനിൽ പുള്ളിനോട് ഞാൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ അവിടെയുണ്ട്. മോഹൻലാൽ പറഞ്ഞു, എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ആലോചന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിങ്ങനെയല്ല ലാല, ഇത് നമുക്കൊരു വേറെ ലെവലിൽ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞാൽ ടി വി പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, ഇവിടെ ബ്രേക്ക് ചെയ്യാം നമുക്ക്. എന്നിട്ട് അന്ന് സീൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അത് കാരണം നമുക്ക് ഹാഫ് ഡേ ബ്രേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പാറ്റേൺ മാറ്റി പിടിച്ചതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന വിഷ്വൽസ്. അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷനല്ല, ദാറ്റ് ഇസ് ദി ബോണ്ടിങ്, ദാറ്റ് ഇസ് ദി റിലേഷൻഷിപ്പ് ബോണ്ടിങ്. ശരിയല്ലേ സാറ്? അതല്ലേ? അല്ല, ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിലല്ല ഈ പറഞ്ഞ മാതിരി ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഒരു ഹാപ്പി ഡിസ്കഷനിൽ വന്ന ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് അതങ്ങനെ സംഭവിച്ചത്. ബിക്കോസ് അതിൻ്റെ റീസൺ, ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിൽ, വിദ്യാജിയുടെ കമ്പോസിങ്ങിൽ ഞാൻ എല്ലാ പടത്തിനും അങ്ങനെ തന്നെയാണ്. വിദ്യാജിയായിട്ടുള്ള കമ്പോസിങ്ങിൽ ഞാനുണ്ടാവും, ട്യൂൺസ് ആദ്യം ഉണ്ടാവും, ലിറിക് ഉണ്ടാവും, അങ്ങനെ വന്ന് ആ പാട്ട് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്ക് വേണം നമുക്ക് അതിൻ്റെ ടോട്ടൽ സ്പിരിറ്റ് വിദ്യാജിയുടെ മനസ്സിനെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി ഇതല്ല നമുക്ക് ആവശ്യമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. അത് അങ്ങനെ മാറി സംഭവിച്ചതാണ്. ദേവദൂതന്റെ സോങ്ങും ഒക്കെ ഈ കൺഫ്യൂഷൻ തീർക്കണമൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന സോങ്? ബേസിക്കായിട്ട് എല്ലാ പാട്ടും ആ കഥ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്ന പാട്ടുകളാണ്. ബട്ട് വെൻ വി സിറ്റ് ഫോർ കമ്പോസിങ്, ഞാൻ ഇവിടെ വന്ന് കമ്പോസ് ചെയ്തതാണ് ദേവദൂതൻ സോങ്സ്. ഇവിടെ ഇരുന്ന് വി ഓൾ സ്റ്റേഡ് ഒരു വീടെടുത്തിട്ട് ഒരു വില്ലാല്. അപ്പോൾ ഒരു മുറിയിൽ ഞാനും മറ്റേ മുറിയിൽ സിബി സാറും പിന്നെ രഘുനാഥ് പലേരി എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് ലൈക്ക് ഇറ്റ് ഇസ് ദി കമ്പോസിങ് ഇവിടെയാണ് നടക്കുന്നത്. എല്ലാ സോങ്ങും ഓൾമോസ്റ്റ് സ്പോണ്ടേനിയസ്ലി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ തിങ്കിങ് പ്രോസസ്. ഓൾ ദി എന്താ പറയുക, എല്ലാ ഗാനങ്ങളും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഗാനങ്ങളാണ്. അങ്ങനെ ഇതിന് ചിന്തയ്ക്ക് ദ ബ്രെയിൻ ഡസൻറ്റ് ഹാവ് എനി വർക്ക് ദർ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. മ്യൂസിക് ഫ്ലോസ് ആൻഡ് ഇറ്റ് ഹാസ് ടു ഫ്ലോ. ബിക്കോസ് ഇറ്റ് ഇസ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോലല്ലല്ലോ സംഗീതം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇറ്റ് ഇസ് നോട്ട് കൺസ്ട്രക്ഷൻ. ഓക്കെ, അതങ്ങനെ ഒഴുകി വരണം. ഇറ്റ് ഈസ് ലൈക്ക് എ ഫ്രീ ഫ്ലോയിങ് റിവർ, ലൈക്ക് എന്താ പറയുക, സ്പ്രിങ്. അങ്ങനെ വരും.
സോ എല്ലാ പടങ്ങളും ഇതുവരെ ചെയ്തിട്ടുള്ള പോലെ തമിഴാകട്ടും തെലുങ്കാകട്ടും മലയാളം ഹിന്ദി എല്ലാം ഇറ്റ്സ് മോർ സ്പോണ്ടേനിയസ് കമ്പോസിങ്. ദർ ഇസ് നോ തിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ കഥ പറഞ്ഞ് തീർന്ന വഴിക്ക് നമുക്ക് പാട്ട് വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ മാരിവില്യം ഗോപുരങ്ങൾ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്ത് വൈകുന്നേരം ആ സബ്ജക്റ്റ് കേട്ടിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു പാട്ട് വന്നു. ഇങ്ങനെ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടും ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തു. ദേവദൂതനിൽ അങ്ങനെ കൊളാബറേഷൻ ഉണ്ടല്ലോ ഈ രഘുനാഥ് പാലേരി സാറിന്റെയും സിബി സാറിന്റെ ഒക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ അവരും ഐഡിയാസ് ത്രോ ചെയ്ത്. അതായത് എൻ്റെ കമ്പോസിങ്ങിൽ എല്ലാവരുമേ ലിസണേഴ്സാണ്. ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇല്ല നമുക്ക് വേറെ എങ്കിലും പിടിക്കാം, വേറെ ഇന്നൊരു സ്റ്റൈലിൽ. സി എനിക്ക് അൺലെസ് ആൻഡ് അൺടിൽ ഐ എം 100% സാറ്റിസ്ഫൈഡ് ഐ ഡോണ്ട് സിങ്. വെറുതെ നിങ്ങൾക്കായി വേണ്ടി ഒന്ന് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കാര്യമില്ല. ഐ ഹാവ് ടു ബി ടോട്ടലി ഹാപ്പി വിത്ത്. ഇപ്പോൾ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ആ ട്യൂണ് പെട്ടെന്ന് വന്ന ഒരു ട്യൂണാണ്. അത് ഓക്കെ ചെയ്തത് സിയാജിയാണ്. അപ്പോൾ പുറത്തുനിന്ന് സിയാജിയെ അകത്തേക്ക് വിളിക്കുമെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ട്യൂൺ വന്നു, ജസ്റ്റ് ലിസൺ. ബിക്കോസ് ആദ്യത്തെ വരികൾ ഞാനാണ് പറഞ്ഞത്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു, ലിസണിങ് ടു ദ റെയിൻഡ്രോപ്സ് ഐ ആം തിങ്കിങ് ഓഫ് യു. അങ്ങനെ അത് പിന്നെ മലയാളത്തിൽ മാറ്റി എഴുതാം, മലയാളത്തിൽ അടുത്ത ലിറിക്ക് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അവർ കേട്ട വഴിക്ക് ഓക്കെ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ലിറിക്സിൽ ഇപ്പൊ ഇംഗ്ലീഷിൽ തുടങ്ങണം എന്നത് അത് ട്യൂൺ വന്നതേ വിത്ത് ലിറിക്സ് ആണ് ട്യൂൺ വന്നത്. അത് വിദ്യാജിയുടെ ക്രിയേഷനാണ്, അല്ലാതെ ഗിരീഷിന്റെ ക്രിയേഷൻ ഒന്നും അല്ല. ദേവദൂതൻ ആക്ച്വലി അത് തിരുമേനിയാണ്. കൈതപ്രം തിരുമേനി. തിരുമേനി. ദേവദൂതൻ ആക്ച്വലി സിബി സാറ് ഇതിനു മുന്നേ വേറൊരു പ്രൊഡക്ഷൻ ഹൗസിന് ചെയ്യാനിരുന്നൊരു സിനിമയല്ലേ, കുറച്ചും കൂടെ കാലങ്ങൾ മുന്നേ ചെയ്യാനിരുന്നൊരു സിനിമയല്ലേ. പിന്നീട് സിയാദ് കോക്കറിലോട്ട് വന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ ഒരു സബ്ജക്റ്റ് കണ്ടെത്തണം, മ്യൂസിക്കലായിരിക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നേരത്തെ രഘുവും മറ്റേ വടിക്കോളുടെ സിബി സാറും കൂടെ നവോദയയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേറെ സബ്ജക്ട്സ് നമ്മൾ സംസാരിച്ച് അതൊന്നും ഓക്കെ അല്ലാതെ വന്നപ്പോഴത്തേക്കും ഇതിനോട് സാമ്യമുള്ള ഒരു സാധനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴത്തേക്കും സിബിയാണ് പറഞ്ഞത് ഇങ്ങനെ പണ്ട്, അപ്പം രഘുണ്ടും രഘുനാഥ് പലേരി ഉണ്ട്, പണ്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ യങ്സ്റ്റേഴ്സിനെ വെച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് മ്യൂസിക്കലാണ്. അങ്ങനെ അതെൻ്റെ മദ്രാസ് ഫ്ലാറ്റിൽ ഇരിപ്പുണ്ട്, അന്ന് എറണാകുളത്താണ് ഞങ്ങൾ. അപ്പം അങ്ങനെ പിറ്റേന്ന് തന്നെ സിബി ഫ്ലൈറ്റിൽ പോവുകയും ഈ സ്ക്രിപ്റ്റ് തപ്പിയെടുത്ത് കൊണ്ടുവരികയും അത് അന്നത്തെ സ്റ്റൈലിൽ എഴുതിയിരുന്നൊരു സാധനവും അത് വേറെ ആർക്കെങ്കിലും ചെയ്ത വെച്ചിരുന്ന എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ അതിൻ്റെ ഒരു ഇംപ്രൈസ്ഡ് വേർഷനാണ് ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ പറയുന്ന ദേവദൂതൻ എന്ന് പറഞ്ഞ പടം. അങ്ങനെയാണ് അത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് വളരെ ഇന്നെഫക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ക്ലീനായിട്ട്, പിന്നെ അതിലേറ്റവും വലിയ ചലഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അന്നേ ഫൈനലൈസ് ചെയ്തിരുന്നത് വിദ്യാജിയാണ് ചെയ്യുന്ന മ്യൂസിക് എന്ന് ചെയ്തിരുന്നു. അത് ഫൈനലൈസ് ചെയ്തിരുന്നു ഈ സബ്ജക്റ്റ് ഇങ്ങനെ ഒരു രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ. അപ്പം ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു ശരിക്കും വിദ്യാജിക്കുണ്ടായിരുന്നത്. അതിലെ സോങ്സ് നിങ്ങൾ കേൾക്കുന്ന സോങ്സിനെ പറ്റി മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഇതിൽ നമ്മൾ മോഹൻലാലിൻ്റെ ഇൻട്രഡക്ഷനിൽ നമ്മൾ ഒരു സിംഫണി ചെയ്തിട്ടുണ്ട്. എന്തൊരു മഹാനുഭാവനും. എൻ്റെ ഒരു സിനിമാ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം ഏതെന്ന് ചോദിച്ചാൽ മറ്റേ വിദ്യാജി കമ്പോസ് ചെയ്ത ഈ സിംഫണിയാണ്. ബിക്കോസ് അതൊരിക്കലും ഞാൻ വിദ്യാജിനെ ഒരു വലിയ ആളായിട്ട് പറയണമെന്നുമല്ല, ഇത് സാധാരണക്കാരനുണ്ടാക്കാൻ പറ്റാത്തൊരു സിംഫണിയാണ്. അതിങ്ങനെ ഒരു വേദിയിൽ ഞാൻ ഇത് തുറന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാളെയും അപ്രീഷിയേറ്റ്. ഹി ക്യാൻ ഓൺലി ഡൂ ദാറ്റ് ബിക്കോസ് പുള്ളി പ്രൂവ് ചെയ്ത് വന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനില്ലായിരുന്നു. ഞാനും സിബിയും ഒക്കെ പുള്ളിയുടെ വർഷവല്ലി തിയേറ്ററിൽ പോയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഹാർമോണിയത്തിലൊന്നും പാടിയിട്ടല്ല നമ്മൾ കേട്ടത്. പുള്ളി റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ കേൾപ്പിച്ചത്.
ലൈവ് റെക്കോർഡ് ചെയ്തിട്ടാണോ? ആ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളെ കേൾപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ 3 പേരും തരിച്ചിരുന്നു ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളതാണ് ബിബിയുടെ. It is recorded with some 70-piece orchestra, strings. We had live trumpets, full string section, chorus. There was a big chorus, male chorus, female chorus. ഇതൊന്നും ഞങ്ങൾക്കറിയാനേ പാടില്ല. ഇതിൻ്റെ ഫൈനലിൽ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു. ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം വേണം, അതത്രേ ഞങ്ങൾ. അല്ല അത് അതിന് ഒരു പാട്ടായിട്ടോ ഇല്ല. എന്തരോ മാനവർ കീർത്തനം എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇങ്ങനെ ഒരു ഫോമാറ്റിൽ അത് എങ്ങനെ വരും, അത് എങ്ങനെ ഒപ്പിക്കും, നമുക്ക് എങ്ങനെ അത് പാടി കേൾക്കാനും പറ്റില്ല, നമുക്ക് കമ്പോസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു അത് ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് കേൾപ്പിക്കേണ്ടത്. അപ്പോൾ കേട്ടിട്ടാണ് അതിൻ്റെ യു വിൽ അണ്ടർസ്റ്റാൻഡ് എൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. It's a God's gift. A tune can be played on the harmonium. A kirtanam can be sung. Yendaro andariki vandana. But this you don't get the full totality. Chanduru varnuni അപ്പോൾ ഇതാണ് ഹൗ ഡു യു ഓർക്കസ്ട്രേറ്റ്. ഇറ്റ് ഹസ് ബീൻ ഓർക്കസ്ട്രേറ്റഡ്. അതൊന്നും ഞാൻ ചെയ്തതല്ല. അത് എന്താ പറയുക, ത്യാഗരാജസ്വാമി ചെയ്തതാണ്. ബട്ട് ഇറ്റ് ഹസ് ബീൻ ഗിവൻ എ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ, പ്രസൻറ്റേഷൻ, നോട്ട് ഇൻ്റർപ്രിറ്റേഷൻ, പ്രസൻറ്റേഷൻ. അപ്പോൾ സ്റ്റഡിയായിട്ട് ഇതുവരെയ്ക്കും എല്ലാവരും കേട്ടത് ഒരു തമ്പുറായിട്ടിട്ട് കച്ചേരിയിൽ കേട്ട ഒരു പാട്ടിനെ അങ്ങനെ അല്ലാതെ ഒരു വേൾഡ് സ്റ്റേജിൽ ഒരാളെ എത്തിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവണം എന്ന് ആ പടത്തിൽ അതാണല്ലേ ക്യാരക്ടർ, ദ മെയിൻ ക്യാരക്ടർ ഈസ് എ വേൾഡ് റിനൗണ്ട് മ്യൂസിഷ്യൻ ഫ്രം ഇന്ത്യ அப்படின்னும் போது. ஸோ ஹி ஹேஸ் டு ரிஃப்ளெக்ட் அவர் கல்ச்சர், பட் அட் தி சேம் டைம் அப்பீலிங் டு தி வெஸ்டர்ன் ஆடியன்ஸ், டு வேர்ல்டு ஆடியன்സ്. അതാണ് ദി തോട്ട് പ്രോസസ്. സോ അങ്ങനെ വന്നു. മലയാളത്തിലേക്ക് എത്തുന്നത് ശരിക്കും മമ്മൂട്ടി ആണ് അഴകിയ രാവണനിലേക്ക് വിളിക്കുന്നത് പറഞ്ഞത്. ഇപ്പോൾ അന്ന് മലയാളത്തിലേക്ക് വന്ന ശേഷം ഇന്നും ഇപ്പോൾ കണ്ടംപററി ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് പോലും അവരുടെ ചൈൽഡ്ഹുഡിലും അവരുടെ കൗമാരപ്രായത്തിലൊക്കെ വിദ്യാസാഗർ മ്യൂസിക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് സാറ് ഇപ്പോൾ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അങ്ങനെ വർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? തിരിച്ച് സാറ് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ? I think there are a lot of talented people coming, but യാതൊന്നും അതായത് I don't listen much to എന്താ പറയുക ഈ ലേറ്റസ്റ്റ് സോങ്സ്. ഓക്കെ, പിന്നെ ഞാൻ ആരെങ്കിലും ചോദിക്കും, ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇപ്പോൾ എന്താണ് പാട്ട് എന്ന്. പിന്നെ അവർ പറയും ഒന്നുമില്ല ഇപ്പോൾ. ലൈക്ക് ദർ ഇസ് നോ നോട്ടബിൾ സോങ്സ്, ഇറ്റ് ഇസ് ഓൺലി ഫോർ ദി ഫിലിം. അത് വരുന്നുണ്ട് പിന്നെ പോകുന്നുണ്ട്. ഇത് ഡോണ്ട് സ്റ്റേ ഫോർ എ ലോങ് ടൈം അങ്ങനെയാണ്. ബട്ട് ഐ തിങ്ക് ലോട്ട് ഓഫ് ന്യൂ ടാലൻറ്റ് ഇസ് കമ്മിങ്, ലെറ്റ് ദം കം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. യെസ് യെസ്, താങ്ക് യു.